പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ നിന്നും സഞ്ജീവ് അറോറ വിജയിച്ചപ്പോൾ വാസ്തവത്തിൽ അതൊരു ആശ്വാസകരമായ കാര്യമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സഞ്ജീവ് അറോറ നിലവിൽ രാജ്യസഭാ അംഗമാണ്. പഞ്ചാബിൽ 2027 മാത്രമേ രാജ്യസഭാ സീറ്റ് ഒഴിവുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ കൺവീനറായ കെജ്രിവാളിനെ രാജ്യസഭയിലേക്ക് എത്തണമെങ്കിൽ ഒരാൾ രാജിവെച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്ത് സഞ്ജീവ് അറോറയെ ഇപ്പോൾ ലുധിയാനയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചെങ്കിലും അവിടെ കോൺഗ്രസ്സാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. BJP പതിവ് പോലെ തന്നെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലെ വിസാവദർ മണ്ഡലത്തിൽ ഗോപാൽ ഇറ്റാലിയ ആം ആദ്മിക്ക് വേണ്ടി 17,000 വോട്ടുകൾക്കാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. BJPയുടെ ഉരുക്കുകോട്ടകൾ പലതും ആം ആദ്മി പിടിച്ചെടുക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നാൽ മികച്ച രീതിയിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷ കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ആം ആദ്മിക്കുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ഏകപക്ഷീയമായി ഇറങ്ങിപ്പോക്ക് അത്ര ഭൂഷണമല്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ കെജ്രിവാളിന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിലേക്ക് കെജ്രിവാൾ എത്തിയാലും ശക്തമായ പ്രതിപക്ഷമായി നിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ കൂടിയേ തീരൂ. മാത്രമല്ല സുപ്രധാന ബില്ലുകളെല്ലാം തന്നെ പാസാക്കിയെടുക്കുന്നതിനായി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP ഏതടവും സ്വീകരിക്കുമെന്നുള്ളത് കൃത്യമായി തന്നെ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിനെ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയതും എല്ലാം BJPയുടെ ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തച്ചുടക്കാൻ ശ്രമിച്ച BJPയോട് സന്ധി ചെയ്യാൻ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് എന്തിനാണ് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസും അതുപോലെ തന്നെ മറ്റുള്ളവരും കെജ്രിവാളിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പഞ്ചാബിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എല്ലാത്തിലുമുള്ള ഒരു ഉത്തരമായി കണക്കാക്കാമെന്നതാണ് കരുതുന്നത്. ഗുജറാത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഈ വിജയവും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ കോൺഗ്രസുമായി ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതമായ മണ്ഡലങ്ങൾ പലതും ഇപ്പോൾ സേഫല്ല. ഗുജറാത്തിലെ BJPയുടെ തട്ടകങ്ങൾ പൊളിഞ്ഞു തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് വിജയ് രൂപാണി മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ 99 സീറ്റുകൾ മാത്രം BJPക്ക് കിട്ടിയപ്പോൾ കോൺഗ്രസ് മിന്നുന്ന പ്രകടനവുമായി 77 സീറ്റുകളുമായാണ് പ്രതിപക്ഷത്തിരുന്നത്. ഒരു ഘട്ടത്തിൽ ലീഡ് നില കോൺഗ്രസിൻ്റെ 100-ലേക്ക് വരെ എത്തിയേക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ ശക്തി ഊട്ടിയുറപ്പിച്ചാൽ മാത്രമേ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതിരിക്കുകയുള്ളൂ. അത് പഞ്ചാബിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും ഹരിയാനയിലായിരുന്നാലും കൃത്യമായി നോക്കിയാൽ അറിയാം, ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെയും കൂടി വോട്ടുകൾ ചേരുമ്പോൾ അത് BJP 8 നിലയിൽ പൊട്ടും എന്നതിന് യാതൊരു തർക്കവുമില്ല. ഗുജറാത്തിൽ 2022 തെരഞ്ഞെടുപ്പിൽ 14% വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി പിടിച്ചത്. അതുകൂടി കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ BJPയും പ്രതിപക്ഷ സഖ്യവും തമ്മിൽ വെറും 1% മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. BJPയുടെ ജയസാധ്യത മങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.